ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാപ്പി കോർണർ. വിജയ് സേതുപതിയുടെ മഹാരാജ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ് സിനിമയാണ്. തിയേറ്ററിൽ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ റിലീസ് ഉണ്ടായിരുന്നു, ബട്ട് ഷോസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അതുമല്ല, എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഉള്ളൊരു സിനിമയായിരുന്നില്ല മഹാരാജ തിയേറ്ററിൽ വന്നപ്പോഴും. അതുകൊണ്ടാണ് അധികം കാണാൻ മെനക്കെടാഞ്ഞത്. പക്ഷേ നല്ല അഭിപ്രായം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമ ഇവിടുന്ന് പോവുകയും ചെയ്തു. എനിക്ക് തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞില്ല. OTTയിൽ വന്നപ്പം എത്രയും പെട്ടെന്ന് കാണണമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ചൊന്ന് ഡിലേ ആയിട്ട് ഈ 2 ദിവസം മുന്നെയാണ് ഞാൻ ഈ മഹാരാജ കണ്ടത്. സത്യം പറയാലോ, ഒരു അടിപൊളി പടം. കുറേ കാലത്തിന് ശേഷമാണ് തമിഴിൽ നിന്ന് ഇത്ര കിടിലമായിട്ടൊരു ഫിലിം ഞാൻ കാണുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥ കൊണ്ടുപോവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലപ്പോഴും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും കഥ എങ്ങനെയാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, എന്തായിരിക്കും ഇതിൽ സംഭവിക്കുന്നത് എന്നൊരു പലപ്പോഴും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാറുണ്ട് ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളിലെല്ലാം. പക്ഷേ ഇത് നമുക്ക് ഒട്ടും ഗസ് ചെയ്യാൻ പറ്റാതെ എങ്ങനെയോ ഏതൊക്കെയോ ലെവലിൽ കഥ പോകുന്നു. എന്നിട്ട് ഭയങ്കര മനോഹരമായിട്ട് എൻഡ് ചെയ്തിരിക്കുന്ന, ഭയങ്കര ഇമോഷണലായിട്ടും ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവത്തക്ക രീതിയിൽ എൻഡ് ചെയ്തിരിക്കുന്നൊരു ഫിലിമാണ് മഹാരാജ എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് വിജയ് സേതുപതിയുടെ ഒരു സൂപ്പർ ഫിലിം കാണുന്നത്. കാരണം വിജയ് സേതുപതിയുടെ തുടക്ക സമയത്ത് ഇറങ്ങുന്ന സിനിമകളിലെല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ്റെ മലയാളത്തിലെ സിനിമകൾ ഇറങ്ങുന്ന പോലെ സ്ഥിരം അടുപ്പിച്ചടുപ്പിച്ച് വർഷത്തിൽ 8ഉം 10ഉം സിനിമകളായിരുന്നു വിജയ് സേതുപതി വന്നുകൊണ്ടിരുന്നത്. അതിൽ പകുതിയും ബോംബ് പടങ്ങളായിരുന്നു. പിന്നെ ഈ റീസെൻ്റായിട്ട് കുറേ വില്ലൻ ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്തു. അതിനുശേഷം വന്ന നല്ലൊരു അദ്ദേഹത്തിൻ്റെ മെയിൻ ടൈറ്റിൽ റോളിൽ വന്ന വളരെ മികച്ചൊരു സിനിമയാണ് മഹാരാജ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും സിനിമ കാണുക. കാരണം ഇത് മലയാളത്തിലായാലും തമിഴിലായാലും എനിക്കൊന്ന് കന്നഡയിലും തെലുങ്കിലും എല്ലാം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് സിനിമ കാണാൻ കഴിയും. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് നിതിലൻ സ്വാമിനാഥൻ എന്ന് പറയുന്ന ആളാണ്. തിരക്കഥയും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ഡയലോഗ്സ് നിതിലനും അതുപോലെ രാമുരളിയും ചേർന്നിട്ടാണ് ഇതിൻ്റെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ദിനേശ് പുരുഷോത്തമൻ, എഡിറ്റിംഗ് ബൈ ഫിലോമിൻ രാജ്, മ്യൂസിക് അജനീഷ് ലോക്നാഥാണ് മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദ റൂട്ട്, തിങ്ക് സ്റ്റുഡിയോസ് ആൻഡ് പാഷൻ സ്റ്റുഡിയോസും ചേർന്നിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വളരെ ചിലവ് കുറഞ്ഞൊരു സിനിമയാണ്. പക്ഷേ അത്യാവശ്യം 100 കോടിക്ക് മുകളിൽ സിനിമ തിയേറ്ററിൽ നിന്നും മാത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അനുരാഗ് കശ്യപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടറായിട്ട് വരും. ഒരു ത്രില്ലർ സിനിമയെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വില്ലൻ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ആ സിനിമ ഭയങ്കര കിടിലമായിട്ട് നമുക്ക് ഭയങ്കര എഫക്റ്റ് ഉണ്ടാകും. അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു വില്ലൻ ക്യാരക്ടറാണ് അനുരാഗ് കശ്യപ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ലിയോയിൽ വിജയുടെ വെടികൊണ്ട് ചാവാൻ വന്ന അനുരാഗ് കശ്യപ് അല്ല ഈ ഒരു സിനിമയിൽ അടിപൊളി ക്യാരക്ടറാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഹീറോ റോളിന് ഈക്വലൻ്റ് ആയിട്ടൊരു വില്ലൻ റോളാണ് ഇദ്ദേഹത്തിന് വന്നത്. ഒരുപാട് അഭിനയ സാധ്യതയുള്ളൊരു ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ മലയാളത്തിൽ റീസെൻ്റായിട്ട് വന്നൊരു സിനിമയൊക്കെ നമുക്കൊരു അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ബട്ട് കഥയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കഥ കാണുക. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫിലിമാണ്. ഇതിൽ മമത മോഹൻദാസ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരുപാട് അഭിനയ സാധ്യതയുള്ള ക്യാരക്ടറൊന്നുമല്ല. ആര് ചെയ്താലും കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ പുള്ളിക്കാരിക്ക് നല്ലൊരു ചാൻസ് കിട്ടി, പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ട പോലീസ് ക്യാരക്ടേഴ്സും അതുപോലെ വില്ലൻ ക്യാരക്ടറായിട്ട് വന്ന വേറൊരാളുണ്ട്. ഇവരെല്ലാവരും കൂടെ ഇതെല്ലാവരും ഭയങ്കര കിടിലമായിട്ടാണ് ഈ പടത്തിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സൂപ്പറായിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു എന്താ പറയുക, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഇതൊരു പല ടൈം ലൈനിൽ നടക്കുന്ന കാര്യമാണെന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല ഈ ഒരു സിനിമ കാണുമ്പം. പക്ഷേ അത് ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കാണ് സത്യം നമുക്ക് മനസ്സിലാകുന്നത്, ഓക്കെ ഇത് അപ്പോഴാണ് ഇതൊരു പഴയ കാലത്തെ കഥയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഇപ്പോഴത്തെ കാലഘട്ടമാണ് എന്ന ആ ഒരു വ്യത്യാസം നമുക്കൊരിക്കലും ഒരു പോയിന്റിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. ബട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ഇതിങ്ങനെയാണ്, അങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. അതൊരു അടിപൊളിയായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദ മേക്കിംഗ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ റീസെൻറ്റ് ടൈംസ്. ആക്ടിങ് ഒരു രക്ഷയില്ല. വിജയ് സേതുപതി കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനുരാഗ് കശ്യപ് വില്ലൻ ക്യാരക്ടർ കിടിലമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് അറിയില്ല, നിതിലൻ്റെ എനിക്ക് തോന്നുന്നു കുറേ 1-2 യൂട്യൂബ് വീഡിയോസും ഒക്കെ മുന്നേ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
ബട്ട് ഐ ലവ് ദ മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക. നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ്. മലയാളത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ മലയാളം വേർഷനും അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ടൈം വേസ്റ്റ് ആവില്ല. കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളത് തീർന്നിട്ടേ നിങ്ങളവിടെ നിന്ന് എണീക്കുള്ളൂ. അത് എൻ്റെ ഗ്യാരണ്ടി. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.